ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ചിപ്പ് തിക്നെസ് റേഷ്യോ ആസ് വെൽ ആസ് ഷിയർ ആംഗിൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ. ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഷ്യോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ആണ് അല്ലേ, ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ചിപ്പ് തിക്നെസ് ബിഫോർ കട്ടിംഗ് ഡിവൈഡ് ബൈ ചിപ്പ് തിക്നെസ് ആഫ്റ്റർ കട്ടിംഗ് അല്ലേ. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ചിപ്പ് തിക്നെസ് റേഷ്യോ എന്ന് വിളിച്ചിരിക്കുന്നത്. ആൻഡ് വി റെപ്രസെന്റ് ഇറ്റ് ആസ് ആർ. അതുപോലെ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് tan phi is equal to r cos alpha divided by 1 minus r sin alpha. ഈ r എന്ന് പറയുന്നതാണ് നമ്മളെ ചിപ്പ് തിക്നെസ് റേഷ്യോ ആൻഡ് phi is the shear angle. Am I right? Yes, sir. ഇനി നമ്മൾ പോകുന്നത് വെലോസിറ്റി റിലേഷൻഷിപ്പിലോട്ടാണ്. അതായത് സാധാരണ ഒരു കട്ടിംഗ് സംഭവിക്കുന്ന സമയത്ത്, ഒരു മെറ്റൽ കട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് 3 തരം വെലോസിറ്റീസ് ഉണ്ട് എന്നാണ് പറയുക. There are 3 main velocities to which come across in a cutting process. എന്തൊക്കെയാണ് വെലോസിറ്റീസ് നോക്കാം. കട്ടിംഗ് വെലോസിറ്റി, ചിപ്പ് വെലോസിറ്റി ആൻഡ് ഷിയർ വെലോസിറ്റി. 3 രീതിയിലുള്ള വെലോസിറ്റീസ് ആണുള്ളത്. ഈ 3 വെലോസിറ്റീസിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. എന്താണ് 3 വെലോസിറ്റി, അതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതും ഈ ഇക്വേഷൻസും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ഈ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം, അതായത് ഡയറക്റ്റ് സോൾവിങ് പ്രോബ്ലംസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിപ്പ് തിക്നെസ് 2 തരും. അൺകട്ട് ചിപ്പ് തിക്നെസ് തരും, ആഫ്റ്റർ കട്ടിംഗ് ചിപ്പ് തിക്നെസ് തരും, മേ ബി സം റീകാങ്കിൾസ് ആൻഡ് അതർ തിങ്സ് തരും. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? ഷിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയും, ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനത്തെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് വരും. സോ അതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് നമുക്ക് കോൺസെപ്റ്റിലോട്ട് പോവാം. സോ ദർ ആർ 3 മെയിൻ വെലോസിറ്റീസ്. എന്തൊക്കെയാണ് വെലോസിറ്റീസ്? കട്ടിംഗ് വെലോസിറ്റി, ചിപ്പ് വെലോസിറ്റി ആൻഡ് ഷിയർ വെലോസിറ്റി. എന്താണ് കട്ടിംഗ് വെലോസിറ്റി? കട്ടിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടൂളും വർക്കും തമ്മിൽ റിലേറ്റീവ് ചെയ്ത വെലോസിറ്റിനെയാണ് നമ്മൾ കട്ടിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ദ വെലോസിറ്റി ഓഫ് ടൂൾ റിലേറ്റീവ് ടു ദ വർക്ക് ആൻഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ന്യൂ സർഫേസ്. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന വെലോസിറ്റി, നമ്മൾ ടൂള് വർക്കിന് റിലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ കട്ടിംഗ് വെലോസിറ്റി എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ന്യൂ സർഫേസ് അല്ലെ. പുതിയൊരു സർഫേസിലോട്ട് ഡയറക്റ്റിംഗ് അലോങ് ടു ദ ന്യൂ സർഫേസ് എന്നുള്ള രീതിയിലായിരിക്കും കട്ടിംഗ് വെലോസിറ്റി ഉണ്ടാവുക. ദ അതർ വൺ ഈസ് ചിപ്പ് വെലോസിറ്റി. ചിപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പേര് തന്നെ ഉണ്ട് അല്ലെ, വെലോസിറ്റി ഓഫ് ചിപ്പ്. ചിപ്പ് പോകുന്നത് ടൂളിന്റെ റേറ്റ് ഫേസിലൂടെയാണ് അല്ലെ. സോ ഇറ്റ് ഈസ് റിലേറ്റീവ് ടു ദ ടൂൾ അല്ലെ. വെലോസിറ്റി ഓഫ് ചിപ്പ് റിലേറ്റീവ് ടു ദ ടൂൾ ആണ് എന്ത്? ചിപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വെലോസിറ്റി ഓഫ് ഷിയറിംഗ് അല്ലെ, ഷിയർ വെലോസിറ്റി. സോ വെലോസിറ്റി ഓഫ് ചിപ്പ് റിലേറ്റീവ് ടു ദ വർക്ക് പീസ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷിയർ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. സോ ദർ ആർ 3 മെയിൻ വെലോസിറ്റീസ്. ഒന്ന് വെലോസിറ്റി, കട്ടിംഗ് വെലോസിറ്റി ആണ്. രണ്ടാമത്തെ വെലോസിറ്റി ചിപ്പ് വെലോസിറ്റി ആണ്. മൂന്നാമത്തത് ഷിയർ വെലോസിറ്റി ആണ്. റിലേറ്റീവ് ടു, അതായത് വെലോസിറ്റി ഓഫ് ടൂൾ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ചിപ്പ് അല്ലെ, അത് റിലേറ്റീവ് ടു വർക്ക് ആണോ ടൂൾ ആണോ എന്നുള്ളത് കറക്റ്റ് ആയിരിക്കണം. വെലോസിറ്റി, കട്ടിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ടൂൾ റിലേറ്റീവ് ടു ദ വർക്ക് ആണ്. ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ചിപ്പ് റിലേറ്റീവ് ടു ദ ടൂളും. ഷിയർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ചിപ്പ് റിലേറ്റീവ് ടു ദ വർക്ക് പീസും ആണ്. ഓക്കെ, ഒരെണ്ണം നമ്മുടെ കട്ടിംഗ് വെലോസിറ്റി ആണെങ്കിൽ ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ന്യൂ സർഫേസ്. ചിപ്പ് വെലോസിറ്റി ആണെങ്കിൽ അതെപ്പോഴും ടൂൾ ഫേസിന് പാരലൽ ആയിരിക്കും. ആൻഡ് ഷിയർ വെലോസിറ്റി ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് ഡയറക്റ്റ് അലോങ് ദ ഷിയർ പ്ലെയിൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കട്ടിംഗ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി എന്നുള്ളതാണ്. ചിപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി സി എന്നുള്ളതും ഷിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി എസ് എന്നുമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ വി എസ് എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ ഫിഗർ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഫിഗർ വരച്ചിട്ടുണ്ട് അല്ലേ, അതിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വി സി എന്ന് പറയുന്നത് അല്ല, ടൂൾ ഫേസിന് പാരലൽ ആയിട്ടുള്ളതാണ് വി സി എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് പുതിയ സർഫേസ് ഉണ്ടാവുന്ന, ജനറേറ്റ് ചെയ്യുന്ന സർഫേസിനോട് അലോങ് ആയിട്ടാണുള്ളത്. വി എസ് എന്ന് പറയുന്നത് ഷിയർ പ്ലെയിൻ അലോങ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി 3 ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയാം.
you can see the equations. Vs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v cos alpha divided by cos 5 minus alpha. Vc എന്ന് പറയുന്നത് v sin alpha divided by cos 5 minus alpha. Phi എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by phi? Shear angle. Shear angle. Okay. Alpha എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ. ഓക്കെ. ഷിയർ ആംഗിൾ ഫൈയും ആൽഫ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് തിക്നെസ് റേഷ്യോ ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് കട്ടിംഗ് ആണ്. സോ നിങ്ങൾക്ക് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും, ഷിയർ വെലോസിറ്റിയും കട്ടിംഗ് വെലോസിറ്റിയും നമ്മൾ എന്തിന്റെ ബേസിസിലാണ് പറയുന്നത്? സോറി, ഷിയർ വെലോസിറ്റിയും ചിപ്പ് വെലോസിറ്റിയും നമ്മൾ എന്തിന്റെ ബേസിസിലാണ് പറയുന്നത്? കട്ടിംഗ് വെലോസിറ്റിന്റെ ബേസിസിലാണ് പറയുന്നത് അല്ലെ. നോക്കിയേ, വി എസ് ഉണ്ട്, വി സി ഉണ്ട്, രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വി ആണ് അല്ലെ. വി കോസ് ആൽഫ, വി സൈൻ ആൽഫ അല്ലെ. നമ്മൾ വിയിലാണ് പറയുന്നത്. സോ നമുക്കറിയാം നമ്മൾ കട്ട് ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയായിരിക്കും അല്ലെ. സോ വി ഇസ് നോൺ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും നമുക്ക്. സോ വി ഇസ് നോൺ ഫോർ അസ്. അപ്പം വി എന്ന് പറയുന്ന കട്ടിംഗ് വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ വി എസ് ഷിയർ വെലോസിറ്റിക്കും ചിപ്പ് വെലോസിറ്റിക്കും ഉള്ള ഇക്വേഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ. ഇനി ആർ എന്ന് പറഞ്ഞത് ചിപ്പ് തിക്നെസ് റേഷ്യോ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ടി ബൈ ടി സി എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ഇങ്ങനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ, ടി യു ബൈ ടി സി അല്ലെങ്കിൽ ടി ബൈ ടി സി, വാട്ട് എവർ ഇറ്റ് ഈസ്, ടി ബൈ ടി സി ഓർ ടി യു ബൈ ടി സി ഓർ ടി 1 ബൈ ടി 2, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു ഇക്വേഷൻ കണ്ടോ, സൈൻ ആൽഫ ബൈ കോസ് 5 മൈനസ് ആൽഫ. നമുക്ക് കിട്ടിയൊരു ഡ്യൂറിങ് ഡെറിവേഷൻ നമുക്ക് കിട്ടിയൊരു ഫോർമുലയാണ് അല്ലേ. ടി യു ബൈ ടി സി ഈസ് ഈക്വൽ ടു സൈൻ 5 ഡിവൈഡ് ബൈ കോസ് 5 മൈനസ് ആൽഫ. ഈ ഇക്വേഷൻ ആണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്? വി സിയിൽ കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഇൻടു ചിപ്പ് തിക്നെസ് റേഷ്യോ. ഓക്കെ അല്ലേ? അപ്പം ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം. വി എസ്, വി സി, ചിപ്പ് തിക്നെസ് റേഷ്യോന്റെ ഇക്വേഷൻ, ഷിയർ ആംഗിളിന്റെ ഇക്വേഷൻ. ഓക്കെ. ഇനി ഈ ഇക്വേഷൻസ് എങ്ങനെ വന്നു, നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ലാമിസ് തിയറം എന്ന് പറഞ്ഞ തിയറം വെച്ചിട്ട് വെലോസിറ്റീസ് ഒരു പോയിന്റ് നിന്ന് ഔട്ട്വേർഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അത്, അല്ലെങ്കിൽ ഇൻവേർഡ് ഫ്ലോ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ലാമിസ് തിയറം വെച്ചിട്ട്? ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റിലെ ആംഗിൾ ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെ. നമ്മൾ അപ്പം നമ്മൾ വി എന്ന് പറയുന്ന ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ വി എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, വി എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, വി സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. മനസ്സിലാവുന്നില്ലേ? റൈറ്റ് സൈഡിൽ ചെറിയൊരു ട്രയാങ്കിളിൽ വി എസ് ആൻഡ് വി സി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വി നോക്കുകയാണെങ്കിൽ വി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഏതാണ് ആ ആംഗിൾ എന്നുള്ളതാണ്. 90 മൈനസ് ആൽഫ പ്ലസ് 5 ആണ് അല്ലേ. അത് നമ്മൾ പഠിച്ചതാണ്. 90 മൈനസ് 5 പ്ലസ് ആൽഫ എങ്ങനെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ. അതുപോലെ തന്നെ വി എസ് എന്ന് പറയുന്നതും ആംഗിൾ, അതായത് വി എസ് എന്ന് പറയുന്ന ആ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് 90 മൈനസ് ആൽഫ വരുന്നത് അല്ലേ. സോ വി എസ് ബൈ സൈൻ ഓഫ് 90 മൈനസ് ആൽഫ. വി സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് 5 വരുന്നത് അല്ലേ. സോ വി സി ഡിവൈഡ് ബൈ സൈൻ 5. ഇപ്പം ലാംസ് തിയറം വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇക്വേഷൻസ് വി എസ് അല്ലെങ്കിൽ വി സി എന്ന് പറയുന്ന ഇക്വേഷൻസ് നമ്മൾ വിന്റെ ടേംസിൽ എഴുതാൻ പറ്റുന്നത്. സോ ഇഫ് യു നോ വി, ഇഫ് യു നോ ഫൈ ആൻഡ് ആൽഫ, യു ക്യാൻ ഡിറ്റർമിൻ വി എസ് ആൻഡ് വി സി. അതായത് ഷിയർ വെലോസിറ്റിയും ചിപ്പ് വെലോസിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് കട്ടിംഗ് ഫോഴ്സസിനെ പറ്റി പറയാം. നമ്മൾ ഇത്രയേരം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞു? ചിപ്പ് തിക്നെസ് റേഷ്യോനെ പറ്റി പറഞ്ഞു, ആംഗിൾസിനെ പറ്റി പറഞ്ഞു. ദെൻ വി കം ടു വെലോസിറ്റി. നൗ ഇറ്റ്സ് ഫോഴ്സ്. ഓക്കെ. ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു
ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവുന്നത് എങ്ങനെ? നമുക്കൊരു 3 ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ? ഒരു 2 ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ. അപ്പം നമ്മുടെ ഓർത്തോഗണൽ കട്ടിങ്ങിലാണെങ്കിൽ ശരിക്കുള്ള സാധാരണ ഒരു കട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് 3 ഫോഴ്സസ് ഉണ്ട് എന്ന് പറയാം. ലൈക്ക് ഫീഡ് ഫോഴ്സ്, ത്രസ്റ്റ് ഫോഴ്സ് ആൻഡ് കട്ടിംഗ് ഫോഴ്സ് അല്ലെ? ഈ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റേഡിയൽ ഫോഴ്സ് ആണ്. ഓർത്തോഗണൽ കട്ടിംഗ് ഇറ്റ്സ് എ 2 ഡയമെൻഷണൽ കട്ടിംഗ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർത്തോഗണൽ കട്ടിംഗ് ആൻഡ് ഒബ്ലിക് കട്ടിംഗ്. ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോഴ്സ് ആക്ട് വരുന്നത് കൊണ്ട് 2 കമ്പോണന്റ് ഓഫ് ഫോഴ്സസ് ആണ് വരിക. സോ ഇറ്റ് ഈസ് കോൾഡ് 2 ഡയമെൻഷണൽ അല്ലെ? നമ്മൾ പഠിച്ചതല്ലേ ഓർത്തോഗണൽ കട്ടിംഗ്. അതിൽ ഫീഡ് ഫോഴ്സും കട്ടിംഗ് ഫോഴ്സും ആണ് വരിക, റൈറ്റ്? ഫീഡ് ഫോഴ്സ് ആൻഡ് കട്ടിംഗ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ ഇൻ ഓർത്തോഗണൽ കട്ടിംഗ് ദ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ √(fc²) + fp². ഓക്കെ, നമുക്ക് 2 ഫോഴ്സ് ആണ് വരിക, ഫീഡ് ഫോഴ്സ് ആൻഡ് കട്ടിംഗ് ഫോഴ്സ്. അതായത് നമുക്ക് നോൺ ആയിട്ടുള്ള കട്ടിംഗ് ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫീഡ് ഫോഴ്സ് ആൻഡ് കട്ടിംഗ് ഫോഴ്സ്. ഓക്കെ, കട്ടിംഗ് ഫോഴ്സും ഫീഡ് ഫോഴ്സും മറക്കരുത്. FC ആൻഡ് FT എന്നാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാനത് മുന്നോട്ട് പോകുമ്പോൾ പറയാം എന്തൊക്കെ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ത്രസ്റ്റ് ഫോഴ്സ് ഇല്ല? അതെ, ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ട്. ത്രസ്റ്റ് ഫോഴ്സ് ഒബ്ലിക് കട്ടിങ്ങിൽ വരുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ ഫോഴ്സ് സിസ്റ്റം ആണ് നമ്മൾ പറയുന്നത്. ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ കട്ടിംഗ് ആണ്. അവിടെ 2 ഫോഴ്സസിന്റെ കോമ്പണന്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഓർത്തോഗണൽ കട്ടിങ്ങിന് ഒബ്ലിക് കട്ടിങ്ങിന് മേജർ ഡിഫറൻസ് വരുന്നത് അല്ലേ? അപ്പൊ ഓർത്തോഗണൽ കട്ടിങ്ങിന്റെ ഫോഴ്സ് സിസ്റ്റത്തിൽ നമ്മൾ വെറും 2 നോൺ ഫോഴ്സസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ദാറ്റ് ഈസ് കട്ടിംഗ് ഫോഴ്സ് ആൻഡ് ഫീഡ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഒബ്ലിക് കട്ടിങ്ങിൽ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ റേഡിയൽ ഫോഴ്സ് വരും. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ മെറ്റൽ കട്ടിംഗ് പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫോഴ്സസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ താഴെ വരിയായി എഴുതിയിരിക്കുന്നത്. ലെറ്റ് us see. ഒന്ന് ഷിയർ ഫോഴ്സ്. ഓക്കെ, ഒന്ന് ഷിയർ ഫോഴ്സ്. ഇപ്പൊ തന്നെ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഓർത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഷിയർ ഫോഴ്സ്, 2 നോർമൽ ടു ഷിയർ ഫോഴ്സ്. ഓക്കെ, ഒരു നോർമൽ ഫോഴ്സും ഉണ്ടാവും, ഒരു ഷിയർ ഫോഴ്സും ഉണ്ടാവും. അതായത് ഷിയർ ഫോഴ്സ് ആണ് നമ്മുടെ മെയിൻ. ഷിയർ ഫോഴ്സ് ആക്ടിങ് എലോങ് ഷിയർ പ്ലെയിൻ. നമ്മൾ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുക എലോങ് ഷിയർ പ്ലെയിൻ ആണ്. അതിനൊരു നോർമൽ ഉണ്ടാവും, ആ നോർമൽ ആണ് FN എന്ന് പറയുന്നത്. സോ അത് ഓക്കെ അല്ലേ? FS ആൻഡ് FN. ഓക്കെ, FS എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആക്ടിങ് എലോങ് ഷിയർ പ്ലെയിൻ. FN എന്ന് പറയുന്നത് ആ ഫോഴ്സിന് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ്. ഓക്കെ, ഇനി F ആൻഡ് N. F എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് അഗൈൻസ്റ്റ് ദ ചിപ്പ് ഫ്ലോ. N എന്ന് പറയുന്നത് അതിന് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് നോർമൽ ടു ദ ടൂൾ ഫേസ്. ഫിഗർ കാണിക്കുമ്പോൾ മനസ്സിലാവും. ദെൻ വാട്ട് എവർ വി കോൾ FC ആൻഡ് FT, കട്ടിംഗ് ഫോഴ്സ് ആൻഡ് ഫീഡ് ഫോഴ്സ്. അങ്ങനെ ടോട്ടൽ 6 ഫോഴ്സ് ആണ് ഉള്ളത്. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഈ ഫിഗറിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. FS എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? FS എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയർ ഫോഴ്സ്. FN എന്ന് പറയുന്നതിൽ അതിന് നോർമൽ ഫോഴ്സ്, അതിനൊരു റിസൾട്ടന്റ് ഉണ്ടാവും. അതേപോലെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് ചിപ്പിന്റെയും ടൂളിന്റെയും ഫേസിലാണ് ഉണ്ടാവുക. സോ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതിനൊരു നോർമൽ, അതിനൊരു റിസൾട്ടന്റ് അല്ലേ? ഈ റിസൾട്ടന്റിന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. നമ്മൾ ടോട്ടൽ ഫോഴ്സസ് എങ്ങനെയാണ് പറയുന്നത്? എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും, അത് എലോങ് ഷിയർ പ്ലെയിൻ ആയിരിക്കും, അതിനൊരു നോർമൽ ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് FS എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ്, FN എന്ന് പറയുന്നത് നോർമൽ ടു ഷിയർ പ്ലെയിൻ. ഓക്കെ, നോർമൽ ടു ഷിയർ ഫോഴ്സ്. ഇനി ഈ FS എന്ന് പറയുന്നത് FS ആയിട്ട് തന്നെ നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാം. ഓക്കെ, നിങ്ങൾ റെപ്രസെന്റേഷൻ പല രീതിയിലായിട്ട് കാണാം. FS ആണ് നോർമലി ഉപയോഗിക്കുന്നത് ഷിയർ ഫോഴ്സിന്. ഇനി നോർമൽ ടു ഷിയർ ഫോഴ്സിന് സംടൈംസ് യു ക്യാൻ സീ ലൈക്ക് FSN. ഓക്കെ, അത് FSN എന്നായിട്ട് കാണാൻ പറ്റും. ഇനി F എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അതിന് നോർമലാണ് N. ആൻഡ് ഓൾറെഡി വി നോ കട്ടിംഗ് ഫോഴ്സ് ആൻഡ് ഫീഡ് ഫോഴ്സ്. സോ ദർ ആർ ടോട്ടൽ 6 ഫോഴ്സസ്. ഓക്കെ, പിന്നെ നമുക്ക് ഓർത്തോഗണൽ കട്ടിങ്ങിൽ എന്തൊക്കെ അറിയാം? റൈറ്റ് ആംഗിൾ അറിയാം, ഷിയർ ആംഗിൾ അറിയാം അല്ലേ? പിന്നെ ഒരു ഫ്രിക്ഷണൽ ആംഗിളും ഉണ്ട്. ഓക്കെ,
ഇനി ആണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് പോകുന്നത്. ഇതാ നിങ്ങൾക്ക് ഈ ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? നല്ല വൃത്തിക്ക് ഞാൻ കുറച്ച് ഒന്ന് കാണുന്നില്ലേ? കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിഗർ. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് കാണാം ടൂൾ ഉണ്ട്, വർക്ക് പീസ് ഉണ്ട്, ഹാവ് ബീൻ ത്രോൺ ലൈക്ക് എഫ് അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, എൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ലൈക്ക് വൈസ് എഫ് എസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത് ഷിയർ പ്ലെയിനിന് അലോങ് ആയിട്ടാണ് അല്ലേ. നോക്കിയാൽ നേരെ എഫ് മാർക്ക് ചെയ്തിരിക്കുന്നത് ടൂൾ ഫേസിന് അല്ലെ, ടൂൾ ഫേസിലാണ് എഫ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ യു റെപ്രസെന്റ് ഫോഴ്സസ് ഇൻ ഓർത്തോഗണൽ കട്ടിംഗ് ലൈക്ക് ദിസ്. ഇനി എഫ് എച്ച് എന്താ, എഫ് വി എന്താന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എഫ് എച്ച് എന്ന് പറയുന്നത് കട്ടിംഗ് ഫോഴ്സ് ആണ്. എഫ് സി നമ്മുടെ എഫ് സി കട്ടിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. സോ കട്ടിംഗ് ഫോഴ്സിന് നമ്മൾ വേറെ ഒരു പേര് കൂടി വേണമെങ്കിൽ പറയാം, അതായത് റെപ്രസെന്റ് ചെയ്യാം. എഫ് എച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല സ്ഥലത്തായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റോ അല്ലെങ്കിൽ നോട്ടോ റെഫർ ചെയ്യുന്നതിനനുസരിച്ച് മാറും. നിങ്ങൾ പല സ്റ്റാൻഡേർഡൈസ്ഡ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. പക്ഷേ എപ്പോഴും നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഈ വെറും ഒരു വേർഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല, അതിലെന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കണം. ഓക്കെ, സോ എഫ് എച്ച് ഹിയർ റെപ്രസെൻറ്റ്സ് കട്ടിംഗ് ഫോഴ്സ് ആൻഡ് എഫ് വി ഹിയർ റെപ്രസെൻറ്റ്സ് ഫീഡ് ഫോഴ്സ്. ഞാൻ എപ്പോഴും പറയുന്നത് എഫ് സി എഫ് ടി തന്നെയായിരിക്കും. അത് എഫ് എച്ചും എഫ് വിയും ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയും ചെയ്യാം. സോ ദാറ്റ് യു വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, അതായത് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ എഫ് എച്ച് എഫ് വി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കട്ടിംഗ് ഫോഴ്സ് ഈസ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഫീഡ് ഫോഴ്സ്. ഓക്കെ, മാറിപ്പോലല്ലോ, ഇനി ഒരിക്കലും മാറൂലല്ലോ അത്. ഓക്കെ, അപ്പം നമ്മൾ 6 ഫോഴ്സസ് പഠിച്ചു. ഇനി 6 ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സ്ഥലവും പഠിച്ചു അല്ലേ. ഇനി ഈ 6 ഫോഴ്സസിനെയും കൂടി ഒരു റിസൾട്ടൻ്റ് ആയിട്ട് മാറ്റുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, മർച്ചന്റ് സർക്കിൾ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഫിനും എന്നിനും ഒരു റിസൾട്ടൻ്റ് ഉണ്ട് അല്ലേ, എഫ് എസിനും എഫ് എന്നിനും ഒരു റിസൾട്ടൻ്റ് ഉണ്ടാവും. സെയിം വേ നമുക്ക് ഫോഴ്സ് കട്ടിംഗ് ഫോഴ്സ് ആൻഡ് ഫീഡ് ഫോഴ്സ് വരച്ചാൽ അതിനൊരു റിസൾട്ടൻ്റ് ഉണ്ടാവും. സോ നമുക്ക് ഈ റിസൾട്ടൻ്റ് ഒക്കെ ഒരു കോമൺ ആയിട്ട് വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മർച്ചന്റ് സർക്കിൾ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാ വരക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ട്, അത് ഞാൻ പറയാം. ഇനി അത് ക്ലിയർ ആയിട്ട് കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയം തന്നെ ചോദിക്കുക, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. ഇതാണ് നമ്മുടെ മർച്ചന്റ് സർക്കിൾ ഡയഗ്രാം. ഈ കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഒരു മർച്ചന്റ് സർക്കിൾ ഡയഗ്രാം. ഇങ്ങനെയാണ് ഒരു ഡയഗ്രാം ഉണ്ടാകുക. അതായത് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും, ഒരു കട്ടിംഗ് പ്രോസസ്സിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും കൂടി ഒരു സർക്കിളിൽ നമ്മൾ ഒപ്പിക്കുന്നു. ദാറ്റ് ഈസ് മർച്ചന്റ് സർക്കിൾ ഡയഗ്രാം. ടൂൾ അറിയാം, ചിപ്പ് അറിയാം, വർക്ക് അറിയാം, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഈ ചിപ്പിന്റെയും ടൂളിന്റെയും ആ എഫ് എസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്ന ആ ഒരു ചെറിയ ലൈൻ കണ്ടോ, നീല കളർ എഫ് എസ്, ആ ലൈനിന് എന്താ പറയുന്നത്, ആ ടോട്ടൽ പ്ലെയിന് എന്താ പറയുന്നത്, ഷിയർ പ്ലെയിൻ എന്നാണ് പറയുന്നത് അല്ലേ. അതായത് എപ്പോഴും ആലോചിക്കുക, നമ്മൾ ഒരിക്കലും അതൊരു ലൈനോ അല്ലെങ്കിൽ വേറെ എന്തുമായിട്ട് കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഓർത്തോഗണൽ പ്ലെയിനിങ്ങിൽ ഷിയറിംഗ് സംഭവിക്കുമ്പോൾ വാട്ട് ഈസ് അവർ അസംഷൻ, ഇറ്റ്സ് എ പ്ലെയിൻ. ഓക്കെ, ഇതൊരു പ്ലെയിൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഷിയർ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. എഫ് എസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മതി, ആദ്യം നമ്മൾ എഫ് സി എഫ് ടി നോക്കുക. ഓക്കെ, എഫ് സി എന്ന് പറയുന്നത് എന്താ, ഹൊറിസോണ്ടൽ അല്ലേ, ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചിട്ടില്ലേ. നോക്കിയേ, ഹൊറിസോണ്ടൽ ആയിട്ട് എഫ് സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, വർക്കിന് പാരലായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് നിങ്ങൾക്ക് എഫ് സി കാണാൻ പറ്റുന്നുണ്ട്. അതിന് നോർമലായിട്ട് താഴോട്ടേക്ക് നിങ്ങൾക്ക് എഫ് ടി കാണാൻ പറ്റുന്നില്ലേ, പറ്റുന്നുണ്ട് ഇല്ലേ. ഇതാ ഞാൻ മാർക്ക് ചെയ്താൽ ഇതുണ്ടാവും, എഫ് സി ഉണ്ട്, എഫ് ടി ഉണ്ട്, അതിനനുസരിച്ച് ഇതാ ആറും ഉണ്ട് ഇല്ലേ, റിസൾട്ടന്റ്. അത് ഓക്കെ ആണല്ലോ. ഇനി എഫ് എസ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ, എഫ് എസ് എലോങ് ഷിയർ പ്ലെയിൻ അല്ലേ. ആ, അതിനനുസരിച്ച് നോർമൽ ആയിട്ട് എഫ് എന്ന് കാണുന്നില്ലേ, റിസൾട്ടന്റ് അല്ലേ. ഇനി എഫ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക. എഫ് നിങ്ങൾ നോക്കിയോ, ഈ ടൂൾ ഫേസ് കണ്ടോ, അതായത് പച്ച കളറുള്ള, അതിന് പാരലൈറ്റിലായിട്ടായിരിക്കും ഉണ്ടാവുക എഫ്.
then it comes normal. ഓക്കെ, ഇനി Okay, ഇത് sir. വരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇടുക. ഇങ്ങനെ ഈ ഔട്ട്ലൈൻ, ഈ റെഡ് കാണുന്ന ഔട്ട്ലൈൻ അല്ലേ, ഈ ഔട്ട്ലൈൻ ഇടുക. അതായത് വർക്കും ടൂളും ചിപ്പും ഒക്കെ ഒന്ന് വരച്ച് വയ്ക്കുക ജസ്റ്റ്. ഓക്കെ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈനിലോ എങ്ങനെ വരച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കും. ആക്ച്വൽ പ്രൊസീജിയർ ആണ് പറയുന്നത്, നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ. ഓക്കെ, ഇനി ഈ ടൂൾ ആദ്യം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എഫ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലേ? ടൂൾ വരച്ചു, ഈ പോയിന്റ് വരച്ചാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ FC എടുത്തു, FT എടുത്തു, ഒരു റിസൾട്ടന്റ് വരച്ചു. ദാറ്റ് ഈസ് ഓക്കെ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ പെർപെൻഡിക്കുലർ ആവേണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം ഒരു സർക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണം. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇതുണ്ടോ, ഈ FC FTന്റെ ഈ കോർണർ പെർപെൻഡിക്കുലർ ആയിരിക്കണം, FN തമ്മിലുള്ള ഈ കോർണർ പെർപെൻഡിക്കുലർ ആയിരിക്കണം, FSും FN തമ്മിലുള്ള ഈ കോർണർ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അപ്പം ആദ്യം ടൂളിന് പാരലായിട്ട് ഇതാ F വരയ്ക്കുക. സോ റിസൾട്ടന്റ് ഓൾറെഡി നമ്മൾ വരച്ചു, സോ N നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സെയിം വേ FS നമുക്ക് ഓൾറെഡി അറിയാം, FN വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ കിട്ടും. ഓക്കെ അല്ലേ? ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് FC FT ഇല്ലേ, FC എന്ന് പറയുന്നത് കട്ടിംഗ് ഫോഴ്സ് ആണ്, FT എന്ന് പറയുന്നത് ഫീഡ് ഫോഴ്സ് ആണ് ഇല്ലേ? FC എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്, FT എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്. സോ FCയും FTയും വെച്ചിട്ട്, അതായത് നമുക്ക് നോൺ ആയിട്ടുള്ള ഫോഴ്സ്, ഈ 6 ഫോഴ്സ് നമുക്ക് നോൺ ആയിട്ടുള്ള ഫോഴ്സ് FC FT ആണ്. ഓക്കെ അല്ലേ? ഇത് 6 ഫോഴ്സ് നമുക്ക് നോൺ ആയിട്ടുള്ള ഫോഴ്സ് FCയും FTയും ആണ്. Then we know right angle, we can find shear angle, okay, we can find frictional angle, anything else. നമുക്ക് ഈ 4 ഫോഴ്സ്, ബാക്കിയുള്ള 4 ഫോഴ്സസുകൾ നമ്മൾ എങ്ങനെ FC FT വെച്ച് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ FC FTന്റെ സഹായത്താൽ നമ്മൾ കണ്ടുപിടിക്കും, അതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോ ആദ്യം ഞാൻ ഇക്വേഷൻ നിങ്ങൾക്ക് അങ്ങ് തരാം. പൊതുവെ നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇക്വേഷനിലോട്ട് വരിക. ബട്ട് ഫോർ എ ചേഞ്ച് ഞാൻ ആദ്യം ഇക്വേഷൻ തരുന്നു. എന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് ഇക്വേഷൻ തരുന്നു. FN FS FN 4 ഇക്വേഷൻ നിങ്ങൾ കാണുന്നില്ലേ? 4 ഇക്വേഷനിലും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കട്ടിംഗ് ഫോഴ്സ് അതെ, FC ഉണ്ട് അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. FN-ഉം FS-ഉം FN-ലും നമ്മൾ ഈ 4 ഇക്വേഷനും നമ്മൾ എന്തിന്റെ ബേസിസിലാണ് കണ്ടുപിടിക്കുന്നത്? FC-ന്റെ FT-ന്റെ ബേസിസിലാണ് കണ്ടുപിടിക്കുന്നത്. ഇനി ആലോചിക്കുക, F-ഉം N-ഉം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അല്ലെ? ഫ്രിക്ഷൻ ഫോഴ്സിന്റെ സൈഡ് FN എവിടെയാണ് വരുന്നത്? ടൂളിന്റെയും സൈഡിലാണ് അല്ലെ? സോ അവിടെ എപ്പോഴും ആംഗിൾ എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ, എഫിന്റെയും എന്നിന്റെയും ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും കാണുക എന്താണ്? റേറ്റ് ആംഗിൾ ആണ് കാണുന്നത്. യു ക്യാൻ സീ ലെഫ്റ്റ് സൈഡിൽ അല്ലെ, എഫിന്റെയും എന്നിന്റെയും ഇക്വേഷനിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കാണാൻ പറ്റില്ല? ഷിയർ ആംഗിൾ കാണാൻ പറ്റില്ല, ഓൺലി റേറ്റ് ആംഗിൾ. അതേപോലെ ഷിയർ സിസ്റ്റത്തിൽ FS-ഉം FN-ഉം അതിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കാണാൻ പറ്റില്ല? റേറ്റ് ആംഗിൾ കാണാൻ പറ്റില്ല. ഓൾവേസ് യൂസ് ചെയ്യുക ഷിയർ ആംഗിൾ. ഓക്കെ അല്ലേ? ഇനി ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഡെറിവേഷൻ പഠിക്കണോ വേണ്ടയോ എന്നുള്ളതല്ല. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഇതുവരെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇതൊരു കോൺസെപ്റ്റ് ആണ്, സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, അല്ലെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇങ്ങനെയാണ് ഈ ഫോഴ്സസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, FN FS FN ഇത് ഇത്രയും വരെ ഓക്കെ അല്ലേ? വാട്ട് എവർ ഐ ടോൾഡ്, ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ? എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻ ഇപ്പൊ ചോദിക്കാം. ഒന്നുമില്ല, പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ സിസ്റ്റമിലെ
ഈ സിസ്റ്റം, ഈ കാണുന്ന സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഓക്കെ, വിൽ സ്പ്ലിറ്റ് ഇൻ ടു. അതായത് ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ് സിസ്റ്റവും ഒന്ന് ഷിയർ ഫോഴ്സ് സിസ്റ്റവും അങ്ങനെ വിളിക്കുന്നു നമ്മൾ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് സിസ്റ്റം, ഷിയർ ഫോഴ്സ് സിസ്റ്റം. ഫ്രിക്ഷണൽ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഈ ഫിഗർ നോക്കിയേ, വെറും നിങ്ങൾക്ക് എഫ് എസും എഫ് എന്നും ഞാൻ മാർക്ക് ചെയ്ത് കാണാനേ പറ്റില്ല അല്ലേ? എഫ് എസും എഫ് എന്നും കാണുന്നില്ല, വെറും എഫ് എൻ ഡി മാത്രം. സോ നിങ്ങൾ മനസ്സിലാക്കിയോ, ഇതാ ഈ ആൽഫയിൽ വരുന്ന അതാ ഇവിടെ ഇത് നമ്മുടെ പോയിന്റ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പോയിന്റ്, ഒ എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ ടൂൾ ഉണ്ട്, ടൂളിന്റെ ടിപ്പാണിത് അല്ലേ? ടൂളിന്റെ ടിപ്പിന് പാരലായിട്ട്, അതായത് ടൂളിന്റെ ഫേസിന് പാരലായിട്ട് എഫ് വരുന്നുണ്ട്, അതിന് നോർമൽ എൻ വരുന്നുണ്ട്, ആർ അല്ലേ? എഫ് സി എഫ് ടി ആർ, ആ രണ്ട് ട്രയാങ്കിൾ മാത്രമേ ഞാൻ വരച്ചു. ബാക്കി എൻ്റെ കൺസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ഇത് വരച്ചു, ബാക്കി ഈ ഇക്വേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഞാൻ ഈ വരച്ച ഈ ആംഗിൾ ഇതില്ലേ, ഞാൻ ഈ വരച്ച ഈ ആംഗിൾ ഇതൊരിക്കലും ഷിയർ ആംഗിൾ അല്ല കേട്ടോ, ഇതൊരു ഷിയർ പ്ലെയിനും അല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക ഫസ്റ്റ്. അതെങ്ങനെയാ വരക്കുന്നതെന്നുള്ളത് ഞാനിതാ ഈ ഇവിടെ ഒരു മാർക്ക് കണ്ടോ, ഒരു ഒറ്റ വര കണ്ടോ? ഈ ഒറ്റ വരയ്ക്ക് പാരലായിട്ട് ഇവിടുന്ന് വരച്ചതാണ്. സോ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എന്നിന് പാരലായിട്ട്, അതായത് എ ബി എന്ന് പറഞ്ഞത് എന്നിന് പാരലായിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കും. ഈ എഫിന് പാരലായിട്ട് ബിന്ന് ഒരു കട്ട് കൊടുക്കും, ഇന്ന് ഒരു കട്ട് കൊടുക്കും. സോ യു വിൽ ഗെറ്റ് ഇറ്റ്. ഇത്രയും ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം, നമ്മൾ ജസ്റ്റ് ഇത് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. എഫും ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് വരക്കാൻ അറിയാം. ഈ രണ്ട് ട്രയാങ്കിൾ വരച്ചതിന് ശേഷം ഇതാ ഈ സൈഡിന് ഈ എന്നിന് പാരലായിട്ട് ഇവിടെ നിന്നൊരു പ്രൊജക്ഷൻ ചെയ്യും നമ്മൾ. ഈ ലൈൻ ഒ സി ഡി എന്ന് പറയുന്ന ലൈൻ പ്രൊജക്ട് ചെയ്ത് അങ്ങോട്ട്. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നിന്ന് നമ്മൾ ഈ എഫിന് പാരലായിട്ട് ഒരു ലൈൻ പ്ലോട്ട് ചെയ്തത്. സോ യു വിൽ എക്സ്റ്റെൻഡ് ഫ്രം ഇ ഓൾസോ ഒരു പ്ലോട്ട് ഇടും. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ കട്ടിയിൽ വരച്ച രണ്ട് ട്രയാങ്കിൾ കണ്ടോ, ഒ ഡി ഇ ആൻഡ് ഇ ജി ബി, ഈ രണ്ട് കട്ടിയിൽ വരച്ച രണ്ടെണ്ണം, ഈ രണ്ട് ട്രയാങ്കിൾ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. രണ്ട് ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ പരിപാടി ചെയ്യുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? എഫ് എന്നും ആണ്. എഫിനൊരു ഇക്വേഷൻ വേണം, എന്നിനൊരു ഇക്വേഷൻ വേണം വിത്ത് റെസ്പെക്ട് ടു എഫ് സി ആൻഡ് എഫ് ടി. അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇക്വേഷൻ കാണിച്ചത്. ഓക്കെ, നമുക്ക് എഫും എന്നും വേണം വിത്ത് റെസ്പെക്ട് ടു എഫ് സി ആൻഡ് എഫ് ടി. യു നോ ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റേറ്റ് ആംഗിൾ, ഷിയർ ആംഗിൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇല്ല സർ. ഓക്കെ, ഇനി നമ്മൾ എഫ് എന്താ നോക്കുക. എഫ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒ എ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാ ഈ ഒരു ലെങ്ത് ആണ് നമ്മൾ ഒ എ എന്നുള്ളതാണ് എഫ് എന്ന് വിചാരിക്കുക. ഇതേ ലെങ്ത് ആയിരിക്കുമല്ലോ സി ബി എന്ന് പറയുന്നത്, നമ്മൾ പാരലൽ വരച്ചല്ലേ? ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ, ബി ജി പ്ലസ് അല്ലേ? എഴുതാം. ഓക്കെ, ഇതിന് എഴുതി കഴിഞ്ഞാൽ ഈ സി ജി എന്ന് പറയുന്നത് ഇ ഡി ആക്കി എഴുതാം, ശരിയല്ലേ? ഈ സി ജി എന്ന് പറയുന്നത് ഇ ഡി ആയിട്ട് എഴുതാം. എന്തിനാ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ബി ജി എന്ന് പറയുന്ന ഒരു സൈഡും ഇ ഡി എന്ന് പറയുന്ന ഒരു സൈഡും നമുക്ക് ഒന്ന് ഈ ട്രയാങ്കിളിന്റെ ഭാഗമായി, ഒന്ന് ഈ ട്രയാങ്കിളിന്റെ ഭാഗമായി. ഇതാണല്ലേ എഫ് ഇസ് ഈക്വൽ ടു ഇ ഡി പ്ലസ് ജി ബി. ഇനി ആ ഒരു പർട്ടിക്കുലർ ട്രയാങ്കിൾ ഞാൻ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. ഇ ഡി ഒ ഡി ഇ, വലിയ ട്രയാങ്കിൾ ഒ ഡി ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ആൽഫയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആൽഫയാണെങ്കിൽ അല്ലെ, ഇതിന് കട്ട് ചെയ്യുന്ന പാരലായിട്ട് പഴയ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു ആൽഫ വരും. ഈ ആൽഫയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ആൽഫ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ അതൊരു ആൽഫയാണ്. സോ ഇത് 90 ആണ്, ഇത് ആൽഫയാണ്. സോ ദിസ് ഈസ് 90 മൈനസ് ആൽഫ. ഓക്കെ അല്ലേ? വലിയ പ്രഷറൊന്നും കൊടുക്കണ്ട, സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം എഫ് എന്ന് പറയുന്ന സാധനമാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എഫിന് നമുക്ക് ഇനി വേണ്ടുന്ന എന്താ? ഇ ഡിയും ജി ബിയും ആണ് വേണ്ടത്. ഓൺലി വി നീഡ് ഈസ് ഇ ഡി ആൻഡ് ജി ബി. അത് നമ്മൾ പ്ലസ് ചെയ്തിടുന്നു മാത്രം.
ഇ ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇ ഡി എന്ന് പറയണം അല്ലെ. ഇ ഡി നമുക്ക് ഇക്വേഷൻ ഓൾറെഡി അറിയാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുകയും ചെയ്യും. സോ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇ ഡി എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കും. ഒ ഇ എന്ന് പറയുന്നത് എഫ് സി ആണെന്ന് നമുക്കറിയാം അല്ലേ. കോസ് 90 മൈനസ് ആൽഫ എന്ന് പറയുന്നത് adjacent side by hypotenuse side. അതെ, അപ്പൊ ഇ ഡി ബൈ ഒ ഇ. ഇ ഡി എന്താണെന്ന് നമുക്കറിയില്ല, ഇ ഡി ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലേ. ഒ ഇ നമുക്ക് എഫ് സി ആണെന്ന് അറിയാം. സോ വി ഗെറ്റ് ഇ ഡി ഈസ് ഈക്വൽ ടു എഫ് സി സൈൻ ആൽഫ. ഓക്കെ, എഫ് സി സൈൻ ആൽഫ എങ്ങനെ വന്നു എന്നുള്ളതാണ്. കോസ് 90 മൈനസ് ആൽഫ ഈ സൈൻ ആൽഫ. ഓക്കെ, ഇതേപോലെ അടുത്ത ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാ ഈ ജി ബി കിട്ടും. റെഡി അല്ലേ? അത് എഫ് ടി കിട്ടും. സോ യു ഗെറ്റ് എഫ് ഇസ് ഈക്വൽ ടു എഫ് സി സൈൻ ആൽഫ പ്ലസ് എഫ് ടി കോസ് ആൽഫ. സെയിം വേ നമുക്ക് എൻ കണ്ടുപിടിക്കാൻ പറ്റും. എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ഒ സി ആയിട്ട് എഴുതാൻ പറ്റും. ഒ സി പ്ലസ് ആയിരിക്കില്ല വരിക, ഒ സി മൈനസ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. ഒ സി എന്ന് പറയുമ്പോൾ ഒ ഡി മൈനസ് സി ഡി ആണ്. സി ഡി എന്ന് പറയുന്നത് നമുക്കറിയില്ല അല്ലെ എന്താണ്, പക്ഷെ സി ഡി എന്ന് പറയുന്നത് ഇ ജി ആണ് അല്ലെ. ഓക്കെ അല്ലെ. അപ്പൊ ഇ ജി നമുക്ക് ഈ ട്രയാങ്കിളിൽ കിട്ടി. ഒ സി എന്ന് പറയുന്ന സ്ഥലം, അതായത് ഒ ഡി എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രയാങ്കിളിൽ കിട്ടി. റെഡി അല്ലേ? സൈൻ ആൽഫ കോസ് ആൽഫ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n is equal to fc cos alpha minus t sin alpha. Is it okay? Okay sir. ഇനി ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കും. അതായത് ഇക്വേഷൻ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതും സോൾവ് ചെയ്ത് തരാം. എഫ് എൻ ആണ്. സ്റ്റാർട്ടിങ് ഇസ് ഓൾവേസ് വിത്ത് എഫ് സി. എഫ് സി സൈൻ ആൽഫ പ്ലസ് എഫ് ടി കോസ് ആൽഫ ഒന്ന് പഠിച്ചു അല്ലെ. എഫ് പഠിക്കുക, എഫ് സി സൈൻ ആൽഫ പ്ലസ് എഫ് ടി കോസ് ആൽഫ. നേരെ തിരിച്ചിട്ട് ഒരു മൈനസ് കൊടുക്കും. n is equal to എഫ് സി കോസ് ആൽഫ മൈനസ് എഫ് ടി സൈൻ ആൽഫ. ഓക്കെ അല്ലേ? ഓക്കെ സർ. എഫ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എൻ അറിയാലോ. സെയിം വേ എഫ് എസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഫ് എന്നും അറിയാം. ഇനി ഇതുകൂടി പറയാം. ഷിയർ ഫോഴ്സ് സിസ്റ്റം നേരത്തെ വരച്ചതുപോലെ നമ്മൾ എഫും എന്നും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? എഫ് എസും എഫ് എന്നും ഉണ്ടാവും. സോ ദർ കംസ് ഷിയർ ആംഗിൾ. നമ്മൾ ഈ വരക്കുന്ന ആംഗിൾ ഒന്നിനും പാരലൽ വരക്കുന്നതല്ല, ഇറ്റ് ഈസ് ഷിയർ ആംഗിൾ. ഓക്കെ, നമ്മൾ ഷിയർ ആംഗിൾ വരച്ചു. റെഡി? അപ്പം സെയിം വേ, ഒരു വ്യത്യാസവും ഇല്ല ഇതിൽ. നമ്മൾ ഈ രണ്ട് ചോപ്പിൽ വരച്ച് കാണുന്ന ആംഗിൾസ് ഒക്കെ നമ്മൾ, അതായത് രണ്ട് ട്രയാങ്കിൾ ആണ് നമുക്കറിയാം. ഒന്ന് എഫ് സി എഫ് ടി ആർ, ഒന്ന് എഫ് എസ് എഫ് എൻ ആർ. ഇനി ആസ് യൂഷ്വൽ ഈ ഒ എ എന്ന് പറയുന്ന പോർഷൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, ഒരു ലൈൻ അങ്ങ് ഇടുക. ഈ സിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നമുക്കൊരു അല്ലെ, ഇതിന് പാരലായിട്ടൊരു ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ കിട്ടും. സെയിം വേ ഇവിടുന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദിസ് സെയിം ട്രയാങ്കിൾ, നേരത്തെ പറഞ്ഞ അതേ ട്രയാങ്കിൾ. ഒ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഇ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ വെച്ചിട്ട് സെയിം വേ വർക്ക്ഔട്ട് ചെയ്യുക, ഒരു വ്യത്യാസമില്ല. എഫ് എസ് എന്താ നോക്കുക? എഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഒ എ ആണ്. ഒ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒ ബി മൈനസ് എ ബി എഴുതാൻ പറ്റും. എ ബി എന്ന് പറയുന്നത് സി ഡി ആയിട്ട് എഴുതാൻ പറ്റും. രണ്ട് ട്രയാങ്കിളായി അല്ലെ. സെയിം വേ നോക്കുക. സോ യു ഷുഡ് വർക്ക് ഓൺ ദിസ്. ഓക്കെ, ഷിയർ ഫോഴ്സ് സിസ്റ്റം നിങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യും. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങൾ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഓക്കെ, ഞാനിത് കോൺസെപ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എഫ് എസും എഫ് എന്നും തമ്മിലുള്ള ചെറിയൊരു കാര്യം കൂടി പറയാം. എഫ് എസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുക എഫ് ടി കോസ് ഫൈവ് മൈനസ് എഫ് ടി സൈൻ ഫൈവ് ആണ്. അതുപോലെ എഫ് എൻ എന്ന് പറയുന്നത് എഫ് സി സൈൻ ഫൈവ് പ്ലസ് എഫ് ടി കോസ് ഫൈവ് ആണ്. ഓക്കെ, ഇതും തമ്മിൽ റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എടാ, ഞാൻ എഴുതിയത് എഫ് സി കോസ് ഫൈവ് ആണ് ഫസ്റ്റ്. എഫ് സി കോസ് ആൽഫ ആണ്, കോസ് ഫൈവ് ആണ്. എഫ് ടി എന്നാണ് ഞാൻ അത് ടി കുത്തിയതാണ്. അത് ഇതാ ഈ സാധനം എഫ് സി.
FC cos phi minus FT sin phi Decent. FC sin phi plus FT. ഈ 4 ഇക്വേഷൻ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. അതായത് ഇങ്ങനെ നോക്കിയാൽ ഓക്കെ. Okay. ഇത് കണ്ടോ, വേറെ രീതി പറയാം. എഫ് കണ്ടോ, F. എഫ് എന്നെ നോക്കിയേ, Okay. എന്താ വ്യത്യാസം? Angle ആംഗിൾ മാത്രമേ മാത്രമേ വ്യത്യാസമുള്ളൂ. സെയിം ഇവിടെ നോക്കിയേ, എൻ. ഓക്കെ, ഇക്വേഷൻ മാത്രം പഠിക്കലാണെങ്കിൽ അത്രേ ഉള്ളൂ. ബട്ട് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം ഉണ്ടാവും. ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ ഏറ്റവും പ്രോബ്ലംസ് വരുന്നത്. അതും സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ തരും. റൈറ്റ് ആംഗിൾ നമുക്ക് അറിയായിരിക്കും. പിന്നെ എത്ര ചിപ്പ് തിക്നെസ് തരും, അൺകട്ട് ചിപ്പ് തിക്നെസ് തരും. സോ വി വിൽ ഫൈൻഡ് ഡയറക്ട്ലി ആർ, ചിപ്പ് തിക്നെസ് റേഷ്യോ കണ്ടുപിടിക്കും. പിന്നെ ഷിയർ ആംഗിൾ കണ്ടുപിടിക്കും. പിന്നെ ഈ ഫോഴ്സസ് കണ്ടുപിടിക്കും. FC FT തന്നിട്ടുണ്ടാവും. ഇത്രയും ഫോഴ്സസ് കണ്ടുപിടിക്കും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകൾ, അതായത് ഇപ്പൊ ചിലപ്പം എഫ് എന്നും തന്നിട്ടുണ്ടാവും, FC FT കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ആ ഒരു ചെറിയ ചെറിയ ടെസ്റ്റുകൾ മാത്രം, ഇത്ര ഇക്വേഷൻസ് വെച്ചിട്ട്. ഇല്ല, അതാ പറഞ്ഞ ഇതുവരെ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. അതെ, ഇതുവരെ ഈ സാധനം ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നിങ്ങളൊരു മർച്ചന്റ് സർക്കിൾ വരയ്ക്കും എന്നുള്ളത് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ സിസ്റ്റം പഠിക്കണം, മനസ്സിലായോ? എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ ഈ സിസ്റ്റം എന്തായാലും പഠിക്കണം, ഈക്വേഷൻസും അറിയണം. സോ ഈ ഇക്വേഷൻസ് എങ്ങനെ നിങ്ങൾക്ക് വന്നു എന്ന് കൂടി അറിഞ്ഞാൽ യു വിൽ ബി ബെറ്റർ, നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതെ ഈ പേപ്പർ പ്രോബ്ലമാറ്റിക്കും ആണ്, തിയറിയും ആണ്. മോസ്റ്റ്ലി തിയറി ആണ്. 50% ഒന്നുമില്ല. 50% ഒന്നുമില്ല. ഓൺലി അബൌട്ട് വളരെ വളരെ ചെറിയൊരു ശതമാനം മാത്രം. അതായത് മൊഡ്യൂൾ 1 നമ്മൾ കൂടുതൽ കുറച്ച് പ്രോബ്ലംസ് കാണപ്പെടും. മൊഡ്യൂൾ 1 ഈവൻ മൊഡ്യൂൾ 2 3 ചോദിക്കാം. ബട്ട് മാക്സിമം പോയ 5 മാർക്കിന്റെ വളരെ സിമ്പിൾ പ്രോബ്ലംസ്, അതിനപ്പുറം ഇല്ല. അത് 1 പ്രാവശ്യം 2 പ്രാവശ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മോസ്റ്റ്ലി തിയറിയാണ്. പക്ഷെ കോൺസെപ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. തിയറി ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനും കോൺസെപ്റ്റ് ഉള്ള കാര്യങ്ങളാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾ ഡെയിലി ഷെയർ ചെയ്യും. ഗ്രൂപ്പിലല്ല, ഞാൻ ക്ലാസ് റൂം തുടങ്ങിയിട്ടില്ലേ, ഞാൻ ക്ലാസ് റൂമിൽ ഇട്ട് തരും. ഓക്കെ, ക്ലാസ് റൂം ഇട്ടേനും ഗ്രൂപ്പിലും ഇടാം, എല്ലാത്തിലും ഇടാം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങുക. ഓക്കെ, ടെക്സ്റ്റ് വാങ്ങുക, ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ പഠിക്കുക. ടെക്സ്റ്റും എൻ്റെ നോട്ടും കമ്പയർ ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. എൻ്റെ നോട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് മാർക്ക് കുറയുന്നത്. ചില ആൾക്കാർ എഴുതുന്നത് കുറഞ്ഞിട്ട് എന്താ പറയുക, ലെസ് മാർക്ക് ഗെയിൻ ചെയ്തിട്ട് പൊട്ടുന്ന, അതായത് വളരെ ചെറിയൊരു മാർക്കിനൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവര് ഇങ്ങനെ എഴുതാൻ പഠിച്ചിട്ടാണ്, അതായത് എന്താണ് എഴുതേണ്ടതെന്ന് അറിയില്ല, ബൈ ഹാർട്ട് പഠിക്കുന്നു, ആ ഒരു രീതിയിൽ. നമ്മൾ ഒരിക്കലും അങ്ങനെ പഠിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇതൊക്കെ, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തൊട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് മെഷീൻ ടൂൾസിനെ പറ്റി പഠിക്കുന്നതാണ്. നിങ്ങൾ കാണുന്നതാണ് എങ്ങനെ കട്ടിങ് ചെയ്യുന്നു എന്ന് കാണുന്നതാണ്. അതിന്റെ ബാക്കിലുള്ള അനാലിസിസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സ്ട്രെയിൻ ഒന്നും എടുക്കാണ്ട് ഇത്ര വരെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിനാകാം. 1 മിനിറ്റ് പോകണ്ട, ഞാൻ 1 മിനിറ്റ് ആൻസർ എടുക്കട്ടെ. ഓക്കെ.